അനന്തപുരി യാഗശാലയായി മാറാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പൊങ്കാല ദിനത്തിനായുള്ള അവസാന ഒരുക്കങ്ങളിലാണ് ഭക്തജനങ്ങൾ. നഗരത്തിലെങ്ങും അടുപ്പുകല്ലുകളുടെയും പൊങ്കാല കലങ്ങളുടെയും വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നേക്ക് 3-ാം ദിനമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു തലസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇങ്ങനെ കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, റിസർവ്ഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോഴേ ഭക്തജനങ്ങൾ എത്തി തുടങ്ങിയല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരത്തിൻ്റെ ഓരോ നഗരവഴികളിലുമെല്ലാം ഈ രീതിയിൽ പൊങ്കാലക്കുള്ള അടുപ്പുകല്ലുകൾ നിരന്നു കഴിഞ്ഞു. ആളുകളൊക്കെ അവരവരുടെ പേരും സ്ഥലവും ഒക്കെ എഴുതി വെച്ചിട്ട് സ്ഥാനം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രാജ്ഭവൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ പോലും ഇപ്പോൾ തന്നെ കല്ലുകളൊക്കെ നിരന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഈ പൊങ്കാലക്കലങ്ങളും ഇഷ്ടികകളും ഒക്കെ വിൽക്കുന്ന കച്ചവടങ്ങളും നഗരത്തിൽ സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ട്. രാവിലെ ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടാൽ അറിയാം എത്രമാത്രം ആളുകൾ ഈ പൊങ്കാലയ്ക്ക് ഇനി 3-ാം ദിവസമാണ് ഇനി പൊങ്കാല നടക്കുന്നത്. അതിന് മുൻപ് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളത്, അത്രയധികം ആളുകൾ ഇവിടേക്ക് ദർശനത്തിനായി രാവിലെ അമ്മയുടെ ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ മുതൽ കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ന് പൊങ്കാല മഹോത്സവത്തിൻ്റെ 6-ാം ദിവസമാണ്. ഇന്ന് തോറ്റമ്പാട്ടടക്കമുള്ള പതിവ് നടപടികളുമായി അല്ലെങ്കിൽ പതിവ് രീതികളുമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അന്ന് പാണ്ഡ്യരാജാവ് കോവലിനെ ചിലമ്പ് മോഷ്ടിച്ചെന്ന കുറ്റം ചുമത്തി വധിക്കുന്ന ഭാഗമാണ് ഇന്ന് തോറ്റമ്പോട്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ക്ഷേത്രത്തിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് പതിവ് പൂജാക്രമങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് മുന്നൊരുക്കങ്ങളും ഒക്കെ അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് വിവിധ സർക്കാർ വകുപ്പുകൾ അറിയിക്കുന്നത്. നഗരത്തിൽ പലയിടത്തായി സുരക്ഷാ പരിശോധനകളും അതോടൊപ്പം തന്നെ ഈ ലഹരി മരുന്ന് ഉപയോഗത്തിനും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കർശനമായ പരിശോധന, അത്തരം കാര്യങ്ങളൊക്കെ ഈ പൊങ്കാല ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിശോധനകളും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ എല്ലായിടങ്ങളിലും സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. മറ്റ് ഒരു വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഏതാണ്ട് 32ഓളം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. ഇവിടെയെല്ലാം ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാകും. അതോടൊപ്പം KSRTCയുടെ പ്രത്യേക സർവീസുകളും പൊങ്കാല ദിവസങ്ങളുണ്ടാകും. ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ കാര്യം പറയുമ്പോൾ എല്ലാ പൊങ്കാലയ്ക്കും അതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ചർച്ചയാവാറുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്രയധികം ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ചെത്തുന്നതാണ്. പലയിടത്തുനിന്നും സ്ത്രീകൾ കൂട്ടമായി വാഹനങ്ങളിലൊക്കെ ഈ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലപരിമിതി പലപ്പോഴും അത് ചർച്ചയാകാറുണ്ട്. അങ്ങനെ ഇത്തവണ കൂടുതൽ സ്കൂൾ കോമ്പൗണ്ടുകളടക്കം പാർക്കിങ്ങിന് ഉപയോഗിച്ചാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത്. ഇത് QR കോഡ് സ്കാൻ ചെയ്ത് പാർക്കിങ്ങിനുള്ള സ്ഥലവും റൂട്ട് മാപ്പും ഒക്കെ ലഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ട്രാഫിക് പോലീസ് അടക്കമുള്ളവർ അറിയിക്കുന്നത്. അതുപോലെ മറ്റ് സംവിധാനങ്ങൾ, ഇപ്പോൾ കുടിവെള്ള സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ, പൊങ്കാല ദിവസങ്ങളിൽ എല്ലാ ഭക്തർക്കും ആവശ്യത്തിന് വെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പ്രാഥമികമായ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. കഴിഞ്ഞ ഒരു തവണ പൊങ്കാലയ്ക്ക് വെള്ളം സമയത്ത് ലഭ്യമാകാത്തതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ നമ്മൾ ഇപ്പോൾ ഘട്ടത്തിൽ ഓർക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം നഗരം പൂർണ്ണമായും പൊങ്കാലയുടെ ആ ഒരു ലഹരിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും പ്രകാശപൂരിതമാകുന്നൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ രാത്രികളിലൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ഈ LED ലൈറ്റുകൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഓരോ സ്ഥലത്തും ഓരോ ജംഗ്ഷനിലും ഓരോ റോഡിൻ്റെ ഓരോ വശത്തും ഓരോ സമിതികളുണ്ടാകും, ഓരോ പൊങ്കാല കമ്മിറ്റികളുണ്ടാകും. ആളുകളൊക്കെ ഇഷ്ടംപോലെ ഈ കലാപരിപാടികളും ഒക്കെ ഈ പൊങ്കാല ദിവസങ്ങളിലൊക്കെ നടത്തും. അങ്ങനെ ഒരു രാത്രി മുഴുവൻ തിരുവനന്തപുരം നഗരം ശബ്ദമുഖരിതമാകുന്ന ഒരു കാഴ്ചയാണ് ഈ പൊങ്കാലയുടെ തലേ ദിവസം വൈകുന്നേരം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഒരു വശത്ത് ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എല്ലായിടത്തും ഇപ്പോൾ തന്നെ ഈ വലിയ ബോർഡുകളും അതിനുള്ള പന്തലുകളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന് ചേർന്നുള്ള അലങ്കാരങ്ങളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ അത്തരം കമ്മിറ്റികൾ തമ്മിലുള്ള മത്സരങ്ങളുമൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ആരാണ് കൂടുതൽ ഈ പൊങ്കാല ദിവസത്തെ കൊഴുപ്പിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നു. എല്ലായിടത്തും ഭക്ഷണ വിതരണത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളുമായി ഇത്തരം പറയുന്ന ഈ കമ്മിറ്റികളുമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടാണ്. എന്തായാലും ഇത്തവണയും പൊങ്കാലയ്ക്ക് റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് നിലനിന്നിരുന്നു. ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ചില വഴികളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ റോഡ് പൂർണ്ണമായും നിർമ്മാണം നടക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തുകാർ പൊങ്കാലയെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ്. അവർ അതിനുള്ള
അവസാനവട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇനി മൂന്നാം ദിനം പൊങ്കാല ആണ്. അതിനു മുൻപ് അവസാനമായി ഈ പറയുന്ന രീതിയിൽ കലവും പൊങ്കാല ഉൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങിക്കാനുള്ള തിരക്കും വിപണികളിൽ സജീവമാകുന്നു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ അമ്മമാരൊക്കെ നേരത്തെ തന്നെ സ്ഥലം കണ്ടെത്താനും അല്ലെങ്കിൽ ഇവിടെയുള്ള ബന്ധുവീടുകളിലേക്കൊക്കെ താമസിച്ച് നേരത്തെ തന്നെ പൊങ്കാലയ്ക്ക് ഉള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാനും അമ്മയെ കാണാനുമൊക്കെയായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഇതിന് മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ വിദേശികളുടെ എണ്ണം ഇത്തവണ പൊങ്കാലയ്ക്ക് അത് കാണാനെത്തുന്ന ആളുകളുടെയൊക്കെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ മൂന്നാം ദിനം പൊങ്കാല തിരുവനന്തപുരം പൂർണ്ണ സജ്ജം. എല്ലായിടത്തും ആളുകൾ പൊങ്കാലയെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമാണ്. ശരി, അങ്ങനെ തന്നെയാണ്. കാരണം ആഴ്ചകൾക്ക് മുൻപേ തന്നെ തിരുവനന്തപുരത്തുള്ളവർ പോലും അമ്മയുടെ അടുത്ത് ആ ക്ഷേത്ര പരിസരത്ത് കല്ലൊക്കെ പിടിച്ച് അവിടെ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും ദേവീ ദർശനം അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടതാണ് എന്ത് വലിയ തിരക്കാണ് എന്ന്. പിന്നെ ചില സംഘടനകളെ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും. കാരണം എല്ലാ ദിവസവും എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു നൽകുക, മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് അനന്തപുരി.